ശരി, റോഷിപാലുണ്ട് സമഗ്ര വിലയിരുത്തലുമായി. റോഷിപാൽ, ഈ വാർത്ത കള്ളവോട്ടുകളുണ്ട്, വ്യാജ വോട്ടുകളുണ്ട് എന്ന അന്വേഷണം നമ്മൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അതിനുശേഷമാണ് അതിന്മേലൊരു ആരോപണത്തിലേക്ക് CPM കൃത്യമായ കണക്കുമായി എത്തുകയും പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് ഒരു പരാതി പോവുകയും അതിനുശേഷം ഇപ്പോൾ കമ്മീഷൻ തന്നെ ഒരു നടപടിയിലേക്ക് കിടക്കുകയും ജില്ലാ ഭരണകൂടം ഈ നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ക്രമീകരണങ്ങൾ ഏതു വിധത്തിലാണ് എന്ന രൂപത്തിലുള്ള വിശദീകരണം നൽകുകയൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരു ബൂത്തിൽ നടത്തിയ കണ്ടെത്തൽ അന്വേഷണത്തിലാണ് 100 കള്ളവോട്ടുകൾ കണ്ടെത്തിയത്. പിന്നീട് ഇരട്ട വോട്ടുകൾ അടക്കമുള്ള കണ്ടെത്തലിലേക്കും എത്തിയിരുന്നു. ഇതിലൊക്കെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനായാലും ജില്ലാ ഭരണകൂടമായാലും അറിയിക്കുന്ന നടപടികൾ എത്രമാത്രം സമഗ്രമാണ്, എത്രമാത്രം പ്രായോഗികമാണ്? റോഷിപാൽ. സ്മൃതി, ഈ വ്യാജ വോട്ടുകളും ഇരട്ട വോട്ടുകളും തടയാൻ വേണ്ടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില നിർദ്ദേശങ്ങൾ അത് മുന്നോട്ട് വെച്ചത്, അത് BLOമാരുടെ സഹായത്തോടെ വ്യാജ വോട്ടുകൾ അത് സ്ഥിരീകരിക്കുന്നു, അത് പട്ടികയാക്കി മാറ്റുന്നു. ഇത് സ്വാഭാവികമായും അവിടെ ഇരട്ട വോട്ട് ചെയ്യാനോ വ്യാജ വോട്ട് ചെയ്യാനോ വോട്ടർമാരെത്തിക്കഴിഞ്ഞാൽ അത് കൃത്യമായി രേഖപ്പെടുത്തുമ്പോൾ പിന്നീട് അത് നിയമക്കുരുക്കിലേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടിയിലേക്ക് പോയാൽ പരാതിയുമായി അത് പോലീസിനെ സമീപിക്കുകയോ അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുകയോ ചെയ്താൽ ഈ വ്യാജ വോട്ട് ചെയ്തെന്ന് കൃത്യമായി തെളിയും. അവിടെ തെളിവായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ ചിത്രങ്ങൾ അത് വ്യാജ വോട്ട് രേഖപ്പെടുത്തിയതിൻ്റെ മറ്റ് തെളിവുകളൊക്കെ കൈമാറാൻ കഴിയും. 1 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. കൃത്യമായി ശിക്ഷ ഉറപ്പുവരുത്താൻ കഴിയും. അത് വ്യാപകമായി പ്രചരിപ്പിക്കാനുള്ള തീരുമാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം. സ്വാഭാവികമായും അങ്ങനെ വ്യാജ വോട്ട് ചെയ്യാൻ വരുന്ന ആളുകൾ പിൻവാങ്ങും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇത് പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച CPM നേതൃത്വം ഇത് തന്നെയാണ് പറയുന്നത്. ഒരു കാരണവശാലും വ്യാജ വോട്ട് ചെയ്യാൻ ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല, നിയമപരമായി ഏതറ്റം വരെയും പോകുമെന്ന്. അതേസമയം BJPയും CPIയും BJPയും കോൺഗ്രസും ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന വ്യത്യസ്ത നിലപാടുമാണ്. ഏതായാലും ഇതൊരു നിയമക്കുരുക്കിലേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇത് സംഘർഷത്തിലേക്ക് പോകുമോ എന്ന ആശങ്കയാണ് പോലീസിനുള്ളത്. കാരണം വ്യാജ വോട്ടുമായി വരുന്നവരെ തടയാൻ ഏതെങ്കിലും തരത്തിൽ അത് പോളിംഗ് ബൂത്തിലെ ബൂത്ത് ഏജന്റുമാർ, ഓരോ രാഷ്ട്രീയ പാർട്ടികളെ പ്രതികരിക്കുന്ന ബൂത്ത് ഏജന്റുമാർ അവിടെ ചാലഞ്ച് ചെയ്യുന്ന ഘട്ടത്തിൽ പിന്നീട് അത് പുറത്തു നിൽക്കുന്ന പാർട്ടി പ്രവർത്തകർ കൂടി ഏറ്റെടുത്താൽ ഉണ്ടായേക്കാവുന്ന സംഘർഷ സാധ്യതയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ ആശങ്കപ്പെടുത്തുന്നത്. ഏതായാലും പോലീസ് കൂടുതൽ പോലീസുകാരെ വിന്യസിച്ച് ഇതൊക്കെ തടയാനുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടാവും. പക്ഷേ പൂർണ്ണമായി ഇപ്പോൾ റിപ്പോർട്ടർ TV നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയ ആ വ്യാജ വോട്ടുകൾ, ഒപ്പം തന്നെ CPM നേതൃത്വം നൽകിയ പരാതിക്കൊപ്പം അവർ ചൂണ്ടിക്കാണിച്ച വ്യാജ വോട്ടുകൾ ഇല്ലെങ്കിൽ ഇരട്ട വോട്ടുകൾ, ഇതല്ലാതെ അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻകൈയെടുത്ത് കൂടുതൽ വ്യാജ വോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല. വ്യാപകമായി വ്യാജ വോട്ടുകൾ ചേർക്കപ്പെട്ടു എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. കാരണം നമ്മൾ ഏതാണ്ട് 4 ബൂത്തുകൾ മാത്രം നടത്തിയ പരിശോധനയിൽ തന്നെ അത്രത്തോളം കണ്ടെത്തി. അത് മലമ്പുഴ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളാണ്. അവിടെ മാത്രമായിരിക്കില്ല, അതിൽ കൂടുതൽ ഇടങ്ങളിൽ ഇതുപോലെ സമാനമായ രീതിയിൽ വ്യാജ വോട്ടുകൾ ഉണ്ടാകും. അതൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞോ എന്ന് വ്യക്തമല്ല. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് കൃത്യമായ വീഴ്ചയുണ്ടായിട്ടുണ്ട്. അത് ബോധപൂർവം ഉദ്യോഗസ്ഥന്മാർ വ്യാജ വോട്ട് പട്ടികയിലേക്ക് ഉൾപ്പെടുത്താൻ സഹായം നൽകിയോ എന്ന സംശയവുമുണ്ട്. കാരണം ഈ വോട്ടർ പട്ടികയിലേക്ക് പേര് ചേർക്കാനുള്ള അവസാന ദിവസത്തിന് തൊട്ടുമുമ്പാണ് ഈ വ്യാജ വോട്ടുകളൊക്കെ ഈ പട്ടികയിലേക്ക് കുത്തിനിറക്കാൻ ശ്രമിച്ചത്. മേൽവിലാസം പോലും ഇല്ലാത്ത ആളുകൾ എങ്ങനെ വോട്ടർ പട്ടികയിൽ ഇടം നേടിയെന്ന വലിയ ചോദ്യമുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരുപക്ഷേ ഈ വിഷയം കോടതി കയറാനുള്ള സാധ്യതയുമുണ്ട്. സ്മൃതി.